സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപ് ഉപരോധം കടുപ്പിക്കുമ്പോൾ ഇറാൻ ഒരു കൂസലുമില്ലാതെ ഞെട്ടിക്കുന്ന മറു നീക്കത്തിന് ഒരുങ്ങുകയാണോ? ആണവായുധം നിർമ്മിക്കില്ല എന്നുള്ള ആയത്തുള്ള അലി ഖമനിയുടെ ഫത്വ തന്നെ ഇറാൻ തിരുത്തുമോ? ഇതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഫത്വ തിരുത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നതും ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമാണ്. ഉപരോധം കൊണ്ടുവന്നാൽ ഗൾഫിൽ നിന്ന് ഒരു തുള്ളി എണ്ണയും പുറത്തേക്ക് പോകില്ല എന്നാണ് ഇറാന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഒപ്പം ഹോർമൂസിൽ നീക്കങ്ങൾ കടുപ്പിക്കുകയുമാണ് ഇറാൻ റിയാൽ ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ റെക്കോർഡ് വീഴ്ചയിലുമാണ്. ഇത് ഇറാന്റെ തകർച്ചയുടെ ലക്ഷണമെന്നാണ് അമേരിക്കൻ അനുകൂല നയതന്ത്രജ്ഞർ പറയുന്നത്. പക്ഷേ എല്ലാത്തിനെയും അതിജീവിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇറാൻ നേതാക്കൾ. ചൈനയും റഷ്യയും ഇറാനു വേണ്ടി നീക്കങ്ങൾ കൂടുതൽ സജീവമാക്കിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതിനിടെ പാകിസ്ഥാൻ സൈനിക മേധാവി ഇറാനിലെത്തി ചർച്ച നടത്തുകയാണ്. ഇങ്ങനെ ഇറാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ 5 സാഹചര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. അമേരിക്കയ്ക്കെതിരെ ഇറാൻ നടത്തുന്ന മറു നീക്കങ്ങൾ എന്തെല്ലാം? അതാണ് ആദ്യത്തെ പോയിന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം ഇറാൻ നടത്തുന്നത് ആണവ കരാറിൽ നിന്ന് പിന്മാറാനുള്ള ആലോചനയാണ്. അമേരിക്ക സാമ്പത്തിക ഉപരോധം കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ആണവ വ്യാപന നിരോധന കരാറിൽ നിന്ന് പിന്മാറാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായാണ് ഇറാന്റെ മുതിർന്ന പാർലമെന്റ് അംഗങ്ങൾ തന്നെ നൽകുന്ന സൂചന. ട്രംപിനെ കൂടുതൽ കുഴപ്പിക്കുന്നതാണ് ഇറാന്റെ ഈ നീക്കം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ഈ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത ആശങ്കകൾക്ക് കാരണവുമായിട്ടുണ്ട്. തങ്ങൾക്ക് യാതൊരു സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകാത്ത ഒരു അന്താരാഷ്ട്ര കരാറിൽ എന്തിനാണ് തുടർന്നു പോകുന്നത് എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും പാർലമെന്റ് അംഗങ്ങളും ചോദിക്കുന്നത്. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ കരാർ ലംഘിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് ഇറാന്റെ പാർലമെന്റ് അംഗമായ രവാൻ ബക്ഷിനെ പോലുള്ളവർ വ്യക്തമാക്കുന്നത്. അതായത് ഇറാൻ തങ്ങളുടെ പ്രതിരോധ നയം മാറ്റാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ ഫത്വ അഥവാ മതവിധി നിലവിലുണ്ട്. ഈ ഫത്വ അനുസരിച്ച് മാത്രമേ തങ്ങൾ മുന്നോട്ടു പോകൂ എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയെന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ നേതൃത്വം, അതും തീവ്ര നിലപാടുകാർക്ക് മുൻതൂക്കമുള്ള നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അലി ഖമനിയുടെ ഫത്വ പുനഃപരിശോധിക്കാൻ ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം ഇറാനെ പ്രേരിപ്പിക്കുന്നു എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഷിയ ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുസരിച്ച് പരമോന്നത നേതാവ് പുറപ്പെടുവിച്ച ഫത്വ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഒരു നേതാവിൻ്റെ ഫത്വ മറ്റൊരു നേതാവ് അധികാരത്തിൽ വരുമ്പോൾ തുടരണമെന്ന് നിർബന്ധമില്ല. പുതിയ നേതൃത്വത്തിന് സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സ്വന്തമായി പുതിയ ഫത്വയോ നിലപാടോ സ്വീകരിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. മുൻപ് ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള റൂഹുള്ള ഖൊമൈനിയുടെ കാലത്തും രാജ്യസുരക്ഷാ അടിയന്തര അവസ്ഥകളിൽ മുൻ നിലപാടുകൾ മാറ്റിമറിച്ച ചരിത്രം ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ അലി ഖമനിയുടെ ഫത്വ പുനഃപരിശോധിക്കാൻ മുജ്തബ ഖമനേയിക്ക് നിയമപരമായ തടസ്സമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മാത്രമല്ല ഇറാനിലെ ഭരണ നേതൃത്വത്തിൽ നിർണായക സ്വാധീനമുള്ള IRGC കമാൻഡർമാരും തീവ്ര നിലപാടുള്ള രാഷ്ട്രീയക്കാരും ആണവായുധ വികസനത്തിനായി നേരത്തെ തന്നെ ശക്തമായി വാദിക്കുന്നവരാണ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആണവായുധം വികസിപ്പിക്കുക മാത്രമാണ് യഥാർത്ഥ പ്രതിരോധം എന്ന ചിന്താഗതി ഇറാനിയൻ സൈനിക വൃത്തങ്ങളിൽ നേരത്തെ തന്നെ ശക്തമായിട്ടുണ്ട്. ഈ ചിന്തകളെ തടഞ്ഞു നിർത്തിയത് സത്യത്തിൽ ആയത്തുള്ള അലി ഖൊമേനിയെ പോലുള്ള മോഡറേറ്റ് ആയിട്ടുള്ള നേതാക്കളാണ്. ഇറാന്റെ നിലനിൽപ്പ് ഭീഷണിയിലായാൽ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ തങ്ങളുടെ പ്രതിരോധ സിദ്ധാന്തത്തിൽ മാറ്റം വരുത്താൻ നിർബന്ധിതരാകുമെന്നാണ് ഇറാന്റെ ഉന്നത നയതന്ത്രജ്ഞരും കൗൺസിൽ അംഗങ്ങളും പലതവണ പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അമേരിക്കൻ സമ്മർദ്ദം കൂടിയാൽ മൂലയിൽ പെട്ടുപോയ പൂച്ചയെപ്പോലെ രാജ്യം സ്വയം രക്ഷയ്ക്കായി നിലപാട് മാറ്റുമെന്ന് ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ കൈവശം ഇപ്പോൾ ഉയർന്ന തോതിൽ, അതായത് 60% അല്ലെങ്കിൽ അതിൽ കൂടുതലോ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ വൻ ശേഖരമുണ്ട്. ഏകദേശം 500 കിലോയോളം എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇറാൻ സാങ്കേതികമായി ആണവായുധ നിർമ്മാണ ശേഷിയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇറാന് ആണവായുധം നിർമ്മിക്കാൻ കഴിയുമെന്നാണ് നിഗമനം. ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ 90% സമ്പുഷ്ടീകരിച്ച വെപ്പൺസ് ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ ഇറാന് ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മാത്രം മതിയാകും. ആയുധ നിലവാരത്തിലേക്കുള്ള യുറേനിയം ലഭിച്ചു കഴിഞ്ഞാലും അതിനെ ആണവ കോറാക്കി മാറ്റുക, സ്ഫോടന സംവിധാനങ്ങൾ സജ്ജീകരിക്കുക, മിസൈലുകളിൽ ഘടിപ്പിക്കാൻ പാകത്തിൽ ചെറുതാക്കുക തുടങ്ങിയ സങ്കീർണമായ സാങ്കേതിക പ്രക്രിയകൾ പൂർത്തിയാക്കാൻ മാസങ്ങൾ മുതൽ 1 വർഷം വരെ സമയമെടുക്കും എന്നാണ് വിലയിരുത്തൽ.
പക്ഷേ അതല്ല, ഇറാന് റഷ്യയുടെ രഹസ്യമായ അത്യാധുനിക സഹായത്തോടെ വളരെ വേഗം ആണവായുധം നിർമ്മിക്കാൻ കഴിയുമെന്നുള്ള ഒരു വാദവും നിലവിലുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തിൽ ഇറാൻ്റെ പ്രധാന ആണവ സൈനിക കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യുദ്ധത്തിന് വളരെ മുമ്പ് തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ വലിയ തുരങ്കങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങൾ ഇറാൻ്റെ അണുബോംബ് നിർമ്മാണ ശേഷിയുടെ സമയപരിധിയിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. മറ്റൊരു വാദം നിലവിലുള്ളത് ഇറാൻ ഇപ്പോൾ തന്നെ ആണവായുധം നിർമ്മിച്ച് ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ്. എന്തായാലും ഇറാനിൽ നിന്ന് ഇത്തരം രഹസ്യങ്ങൾ അവർ വിചാരിച്ചാൽ മാത്രമേ പുറത്തേക്ക് പോകൂ. അത്രത്തോളം രഹസ്യാത്മകമായിട്ടാണ് ആണവ പദ്ധതികളുമായിട്ടുള്ള രഹസ്യങ്ങൾ ഇറാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 2 ദിവസം മുമ്പ് വന്ന ഒരു ദൃശ്യം കാണാം. നിങ്ങളിൽ പലരും ഈ ദൃശ്യം ഇതിനകം കണ്ടു കാണും. ഇറാൻ്റെ ആക്രമണത്തെ പേടിച്ച് എണ്ണ ഇന്ധന സംഭരണശാലകളെ UAE ഇരുമ്പ് വേലി കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യമാണ് ഇത്. കഴിഞ്ഞ 4 മാസത്തോളമായി UAE ഇതിൻ്റെ നിർമ്മാണത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അബുദാബിയിലെ പ്രധാനപ്പെട്ട ഇന്ധന സംഭരണ ടാങ്കുകൾക്ക് ചുറ്റും മുകൾ ഭാഗം ഉൾപ്പെടെ പൂർണ്ണമായി മൂടുന്ന രീതിയിലാണ് ഈ കൂറ്റൻ ഇരുമ്പ് ഗ്രില്ലുകളും വലകളും സ്ഥാപിച്ചിരിക്കുന്നത്. ഇറാൻ്റെ ഷാഹദ് ഡ്രോണുകളെ നേരിട്ട് എണ്ണ ടാങ്കറുകളിൽ അല്ലെങ്കിൽ എണ്ണ ടാങ്കുകളിൽ വന്ന് ഇടിക്കുന്നത് തടയാനാണ് ഈ സംവിധാനം. റഷ്യ വിജയകരമായി പരീക്ഷിച്ച കോബ് കേജ് എന്ന ചെലവ് കുറഞ്ഞ പ്രതിരോധ മാർഗമാണ് UAE ഇവിടെ മാതൃകയാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഇരുമ്പ് വേലികൾ കൊണ്ട് ബാലിസ്റ്റിക് മിസൈലുകളെയോ ക്രൂയിസ് മിസൈലുകളെയോ തടയാൻ കഴിയില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിപ്പോൾ ചൂണ്ടിക്കാട്ടാൻ കാരണം ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്കയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അമേരിക്ക ഇറാന് മേൽ സാമ്പത്തിക ഉപരോധം കടുപ്പിക്കുമ്പോൾ ഏറ്റവും അധികം പേടിക്കുന്നത് UAEയും കുവൈറ്റും ബഹ്റൈനും പോലുള്ള ഗൾഫ് രാജ്യങ്ങളാണ്. മാത്രമല്ല UAE ആണെങ്കിൽ ഇറാൻ ഏറ്റവും ഒടുവിൽ ഡ്രോൺ തങ്ങളെ ലക്ഷ്യമാക്കി വിട്ടു എന്നാരോപിച്ച് അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ഇറാനുമായുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ തങ്ങൾ അങ്ങനെ ഒരു ഡ്രോൺ തൊടുത്തിട്ടില്ല എന്നാണ് ഇറാൻ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ പിന്നെ അമേരിക്കൻ ഉപരോധം മുൻകൂട്ടി കണ്ട് UAE കളിച്ച കളിയാണ് ഡ്രോൺ കഥയെന്നാണ് ചില വിലയിരുത്തലുകൾ ഉള്ളത്. എന്തായാലും ഗൾഫിലെ അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെ കടുത്ത നീക്കം തുടരുകയാണ് ഇറാൻ എന്ന് പറയാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായി ഏറ്റവും പുതിയതായി നൽകിയ ഒരു മുന്നറിയിപ്പാണ്. ട്രംപും കൂട്ടരും തങ്ങൾക്കെതിരെ ഉപരോധം കടുപ്പിച്ചാൽ അല്ലെങ്കിൽ പുതിയ ഉപരോധങ്ങൾ കൊണ്ടുവന്നാൽ ഗൾഫിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്നാണ് റസായി പറഞ്ഞിരിക്കുന്നത്. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് എക്കണോമിക് D-Day എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ്റെ ഈ പ്രതികരണം. ഹോർമൂസ് കടലിടുക്ക് വഴിയോ പേർഷ്യൻ ഗൾഫിലെ മറ്റ് ഏതെങ്കിലും ഭാഗങ്ങളിലൂടെയോ ഒരു തുള്ളി എണ്ണ പോലും കയറ്റുമതി ചെയ്യാൻ ഇറാൻ അനുവദിക്കില്ല എന്നാണ് റസായി വ്യക്തമാക്കുന്നത്. മാത്രമല്ല അമേരിക്കയുടെ ഉപരോധങ്ങളോട് സഹകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ഏത് അയൽ രാജ്യത്തെയും ശത്രുവായി കണക്കാക്കും. അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളെ ഇറാൻ ലക്ഷ്യമിടുമെന്നും റസായിയുടെ മുന്നറിയിപ്പിലുണ്ട്. അമേരിക്കയെ സഹായിക്കുന്ന നീക്കം നടത്തിയാൽ അത് തങ്ങൾക്കെതിരെയുള്ള നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്നാണ് ഇറാൻ പറയാതെ പറയുന്നത്. ഇതിന് പുറമെ ഹോർമൂസുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും ഇറാൻ കടുപ്പിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ അനുമതിയുള്ള കപ്പലുകളിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കാനുള്ള നിയമനിർമ്മാണം ഇറാൻ്റെ പാർലമെൻറ്റ് സമിതി അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ്റെ ചട്ടങ്ങൾ ലംഘിച്ച 45 എണ്ണ ടാങ്കറുകളെ ഇറാൻ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ കപ്പലുകളിൽ നിന്ന് കൈമാറ്റം നടത്തുന്ന കപ്പലുകൾക്കെതിരെയും ആക്രമണമോ നടപടിയോ ഉണ്ടാകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതായത് ഈ കപ്പലുകളിൽ കൊണ്ടുപോകുന്ന ചരക്കുകൾ മാറ്റി മറ്റൊരു കപ്പലുകളിലേക്ക് ആക്കിയാൽ ആ കപ്പലുകൾക്കുമേലും ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഹോർമൂസിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഇറാൻ പുതിയതായി രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിയാണ് ഈ മുന്നറിയിപ്പ് എക്സിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത്. കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 45 കപ്പലുകളിൽ ഭൂരിഭാഗവും UAEയുടെ അഡ്നോക്ക് ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് കമ്പനികൾ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ ബഹ്റി, ദക്ഷിണ കൊറിയയുടെ ഷിനോകോർ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ഉടമസ്ഥതയിൽ ഉള്ളവയാണ്. ഇറാൻ്റെ മുൻകൂട്ടി അനുമതി വാങ്ങാത്ത കപ്പലുകളെയും സർവീസ് ഫീസ് നൽകാത്ത കപ്പലുകളെയുമാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ചില ടാങ്കറുകളിൽ നിന്ന് സുരക്ഷിതമായ യാത്രയ്ക്കായി $2 ദശലക്ഷം വരെ ഇറാൻ സർവീസ് ചാർജായി ഈടാക്കിയതായി ഷിപ്പിംഗ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. യുദ്ധം 6 മാസം പിന്നിടുമ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സാധാരണ കപ്പൽ ഗതാഗതം
മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 90% കുറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. US നാവികസേനയുടെ സംരക്ഷണത്തിൽ ചില കപ്പലുകൾ നിയന്ത്രിത പാതയിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിലും ഇറാന്റെ പുതിയ കരിമ്പട്ടികയും ഭീഷണിയും ആഗോള എണ്ണവില വീണ്ടും ഉയരാൻ കാരണമായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇത് ട്രംപിന് തിരിച്ചടിയാണ്. അതിനിടെ അമേരിക്കൻ ഉപരോധത്തിനെതിരെ ശക്തമായ നീക്കം നടത്താൻ ഒരുങ്ങുന്നുവെന്ന സൂചനയുമായി ചൈന രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങളിൽ നിന്ന് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. റഷ്യയും ചില മുന്നൊരുക്കങ്ങളിലാണ് എന്നാണ് റിപ്പോർട്ട്. എന്താണ് ചൈനയുടെയും റഷ്യയുടെയും നീക്കം എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. എന്തായാലും അമേരിക്കൻ ഉപരോധങ്ങളെ പേടിക്കാനില്ല എന്ന നിലപാടിലാണ് ഇരു രാജ്യങ്ങളും ഉള്ളത്. അതിനിടെ പാകിസ്ഥാൻ വീണ്ടും മധ്യസ്ഥ നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. പാക് കരസേനാ മേധാവി അസീം മുനീർ ഇപ്പോൾ ഇറാനിലാണുള്ളത്. ട്രംപുമായും ഇറാൻ്റെ ഉന്നത നേതൃത്വവുമായും ഒരേ സമയം നമുക്കറിയാം ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് പാക് സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീർ. അതുകൊണ്ട് തന്നെ ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ പരോക്ഷ സന്ദേശങ്ങൾ കൈമാറാനും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുമാണ് അസീം മുനീർ ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല ഈ മാസം ആദ്യം പാകിസ്ഥാനും സൗദിയും തുർക്കിയും ചേർന്ന് ഒപ്പുവെച്ച മക്ക സംയുക്ത പ്രതിരോധ കരാർ ഇറാനെതിരല്ല എന്ന് ടെഹ്റാനെ ബോധ്യപ്പെടുത്താനും ഇറാൻ്റെ ആശങ്കകൾ, ഈ കരാറുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അകറ്റി അവരെ വിശ്വാസത്തിലെടുക്കാനും കൂടിയാണ് പാക് സൈനിക മേധാവി എത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇതാണ് ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന പുതിയ സാഹചര്യങ്ങൾ. ഇറാൻ ആണവായുധവുമായി ബന്ധപ്പെട്ട കടുത്ത നീക്കത്തിലേക്ക് കടക്കുമോ, അതോ ട്രംപ് പതിവ് പോലെ പുതിയ ഉപരോധങ്ങളിൽ നിന്നും പിന്മാറുമോ? പാകിസ്ഥാൻ്റെ മധ്യസ്ഥ നീക്കം വീണ്ടും ഫലം കാണുമോ? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയത്തിൽ സിംപിളി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ അൻഷാദ് മില്യാസ്, സൈനിങ് ഓഫ്.